നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഏതായാലും തിരുവനന്തപുരം MP ശശി തരൂരിൻ്റെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചകളിൽ വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ ഏതാണ്ട് സംഘപരിവാർ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. ഏതായാലും അവസാനം ഇപ്പോൾ നമ്മൾ കാണുന്നത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോഴും അതിനു മുമ്പുമൊക്കെ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ അദ്ദേഹം ഒരു തരത്തിലും മാറിപ്പറയുകയോ ഏതെങ്കിലും തരത്തിൽ സംഘപരിവാറിനെയോ അല്ലെങ്കിൽ രാമനെയോ വിശ്വാസത്തെയോ ക്ഷേത്രത്തെയോ ഒന്നും തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചിട്ടില്ല അദ്ദേഹത്തിന് എന്നുള്ളതാണ്. അദ്ദേഹം പല ഘട്ടങ്ങളിലും അദ്ദേഹം BJP-യിലേക്ക് വരുന്നോ സംഘപരിവാർ അനുഭാവം പ്രകടമാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും പലരും ചോദിച്ചപ്പോഴുമൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് താൻ അത്തരത്തിൽ പോവില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇപ്പോഴും അദ്ദേഹം അത് മാറ്റിപ്പറയുമോ എന്നറിയില്ല. ഏതായാലും വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായ ഒരു നിലപാടെടുത്തിരിക്കുന്നു. താനൊരു വിശ്വാസിയാണ് എന്നും ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാമൻ തങ്ങളുടേതു കൂടിയാണെന്നും അത് BJP-ക്കാർക്ക് മാത്രമായി വിട്ടുകൊടുക്കില്ല എന്നുമൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഹൈന്ദവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തള്ളിപ്പറഞ്ഞിരുന്ന ഒരാളാണ് ശശി തരൂർ. ഏതായാലും ശശി തരൂരിന് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നപ്പോൾ ജയ് സീതാറാം വിളിക്കാൻ തോന്നി എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി വരുന്നത് ശശി തരൂർ അടുത്ത കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. ശശി തരൂർ തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള സാധ്യതയില്ലെന്നും രാജ്യസഭാ സീറ്റിലൂടെ പാർലമെന്റിലേക്ക് എത്തുമെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രിയാകുമെന്നും ഒക്കെ തരത്തിലുള്ള ചർച്ചകൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ഏതായാലും ശശി തരൂരിന്റെ മനംമാറ്റവും അതുമായി ബന്ധപ്പെട്ടാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. ശശി തരൂർ കഴിഞ്ഞ കുറെ നാൾ നമുക്കറിയാം NSS-ഉമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, നായർ സ്ത്രീകളെ പറ്റി പറഞ്ഞത്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്നൊക്കെ ബഹുദൂരം മാറി ഇപ്പോൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം വിശ്വാസിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സംഘപരിവാറിനെ നേരത്തെ മുതൽ തന്നെ എതിർക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ പ്രസക്തമായ പല ചോദ്യങ്ങളും ഉയർന്നപ്പോഴും അദ്ദേഹം അതിനൊന്നും മറുപടി പറഞ്ഞില്ല. തന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് താൻ ജയ് സീതാറാം വിളിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായ വിവാദത്തിലും പലസ്തീൻ വിഷയത്തിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് നാം കണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലപാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ്. ആ നിലപാടിലെ അദ്ദേഹത്തിന്റെ മാറ്റം BJP-ക്ക് ഗുണകരമാകും എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ BJP-ക്ക് ഒരു ഗുണം ഉണ്ടാകും എന്ന് തന്നെ, അദ്ദേഹം BJP-യിലേക്ക് പോകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില മാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ നിലപാടിലുണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ BJP-യിലേക്ക് അദ്ദേഹം പോകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. BJP-യിലേക്ക് അദ്ദേഹത്തിന് പോകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഗുണമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം BJP-യിലേക്ക് ഇനി പോവുകയല്ലാതെ ഇത്തരം രാഷ്ട്രീയക്കാർക്ക് മറ്റൊന്നും സാധിക്കാനില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിലും പലരും തള്ളിപ്പറയുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിലും കേന്ദ്രത്തിന്, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിലും AICC-ക്കോ സോണിയാഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ഒന്നും അത്ര പ്രിയങ്കരനായ ഒരു നേതാവല്ല ശശി തരൂർ. അതുമാത്രവുമല്ല, ഇനി ഏതൊക്കെ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടായാലും അടുത്ത 10 വർഷത്തേക്ക് BJP അല്ലാതെ മറ്റാരും കേന്ദ്രത്തിൽ ഭരിക്കുമെന്ന് സാധാരണക്കാർക്ക് പോലും സംശയമില്ല. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇനി ഏതെങ്കിലും തരത്തിലൊരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനൊരു ഗുണമുണ്ടാകണമെങ്കിൽ അത് BJP-യിലേക്ക് പോയാൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് രാഷ്ട്രീയം നന്നായി അറിയുന്ന രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായ അദ്ദേഹത്തിന് അറിയാതെ തരമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഒരു മൃദു സമീപനത്തിലേക്ക്, അദ്ദേഹത്തിൻ്റെ പഴയ സമീപനമൊക്കെ ഒന്ന് മാറ്റി ഒരു മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് അദ്ദേഹം അടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ചില വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ശേഷം BJP-യിലേക്ക് പോകും എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രിയാകാനുള്ള സാധ്യതയും അദ്ദേഹത്തിന് ഇല്ലാതില്ല. പ്രത്യേകിച്ച് BJP-യെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ, അതായത് BJP-യുടെ പാർട്ടി സംവിധാനത്തിൽ പണ്ട് മുതൽ ഉണ്ടായിരുന്നവരെക്കാൾ കൂടുതൽ പ്രാമുഖ്യം ഇപ്പോൾ കിട്ടുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ്. വളരെ കൃത്യമായി തന്നെ അത്തരക്കാരെ വളരെ കൃത്യമായി നിലപാടോടുകൂടി പ്ലേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരം നീക്കം നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കവും BJP-ക്കുണ്ട്. നമുക്കറിയാം, അനിൽ ആന്റണിയെ പോലെ ഒരാൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേശീയ സെക്രട്ടറി പദവി നൽകുകയും ചെയ്തു. ഏതായാലും അനിൽ ആന്റണിയെ പോലെ തന്നെ ചിന്താശേഷിയുള്ള ഒരാൾ തന്നെയാണ് ശശി തരൂർ.
അതുകൊണ്ട് തന്നെ ശശി തരൂരിനും അറിയാം ഇനിയുള്ള ഭാവി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി BJP-യോടൊപ്പമാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ജയ് സീതാറാം വിളികളുമായി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹം വിദേശകാര്യമന്ത്രിയായാൽ നല്ലൊരു വിദേശകാര്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്കേവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ തീരുമാനം ഇതിൽ നിർണായകം തന്നെയാണ്. ഏതായാലും സമീപനങ്ങൾ മയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ വിശ്വാസിയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഒരുപക്ഷെ താൻ സംഘപരിവാർ പാളയത്തിലേക്ക് എത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ അദ്ദേഹം ഉടൻ തന്നെ തയ്യാറായേക്കുമെന്ന സൂചനകൾ പല ഘട്ടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും പല ഘട്ടങ്ങളിൽ നിന്നും നമ്മൾ കണ്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ വിലയിരുത്താനും സാധിക്കുന്നുണ്ട്.